വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ്. വീണ്ടും നമ്മൾ സഞ്ജു ചേട്ടന് വേണ്ടിയായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് SMCA അക്കാഡമിയിലെ പിള്ളേരും മൊബിൻ സാറും. ഹായ്, ഹലോ. ഒപ്പം തന്നെ നമ്മുടെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹായ് റീജേടാ. ഒരുപാട് ഭക്ഷണങ്ങൾ സ്പെഷ്യലി കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷവായി. ഇപ്പൊ റീച്ചേട്ട് ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും അല്ലേ, ഷവായി കിട്ടുമെന്ന് ചോദിച്ചിട്ട്? ഷവായിക്ക് നല്ല ഡിമാൻഡുള്ള സമയമാണ്. ഓക്കെ. ആൻഡ് റോജർ സർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ആൻഡ് യെസ്, PT സാറാണ് സെയിന്റ് ജോസഫ് സ്കൂളിലെ. മനോജ് സർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. സഞ്ജു സാംസന്റെ ബെസ്റ്റ് ഫ്രണ്ട് കിഷോർ, ഹായ്. ഒരുപാട് കഥകൾ ഇനി ഞങ്ങൾക്ക് കേൾക്കാനുണ്ട്. ഒപ്പം തന്നെ അടുത്ത സുഹൃത്താണ് അതുൽ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞാൻ ഇത്തവണ അതുലിലേക്ക് ഞാൻ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഇവരുടെ ഈ സെലിബ്രേഷൻ ആഫ്റ്റർ ദി മാച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും T20 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും സെലിബ്രേഷൻ കണ്ടപ്പോൾ എല്ലാവരും ആഘോഷിക്കാം. പക്ഷെ സഞ്ജു സാംസൺ മാത്രം ജസ്റ്റ് ഒന്ന് ആഘോഷിച്ചിട്ട് അങ്ങനെ മാറി നിന്നിട്ട് ഇത് ആസ്വദിക്കുമായിരുന്നോ, അതോ എനിക്കങ്ങനെ എന്താ പറയുക, നമ്മൾ പറയത്തില്ല ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടായിരുന്നു ഇരുന്നേ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് തോന്നുന്നത്. പുള്ളിക്കാരനും അത് പറഞ്ഞു, ഞാൻ അങ്ങനെ ആഘോഷങ്ങളിൽ വലുതായിട്ട് കൂടാറില്ല, ഞാനിങ്ങനെ ആസ്വദിക്കായിരുന്നു എന്നുള്ളത്. റിയൽ ലൈഫിലും അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഒരു പരിചയത്തിലും പുള്ളിക്കാരൻ അങ്ങനെയാണ്, ആഘോഷങ്ങൾ വളരെ കുറവാണോ? അവൻ ഒരു ഓവറായിട്ടുള്ള ഒരു ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ ഡിറ്റർമിൻഡ് ആണ്, എന്ത് കാര്യം ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് നല്ലതാണെന്ന്, എനിക്ക് എന്താണ് പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, എവറിത്തിങ് കാൽക്കുലേറ്റഡ് ആണ് അവന്. ഒരു കാര്യം പോലും വേണ്ടാത്ത രീതിയിൽ പോകാൻ പാടില്ല. അഥവാ പോയി കഴിഞ്ഞാൽ പിന്നെ അവനാണ് ഏറ്റവും ദേഷ്യവും. കാരണം ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൊരു കണ്ടീഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. പിന്നെ ഇറ്റ്സ് ബിൻ 10 ഇയർ ഓൾറെഡി ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. നിങ്ങളെല്ലാവരും ചിലപ്പം കാണുന്നത് ഈ ഒരു വിജയം മാത്രമായിരിക്കും. പക്ഷെ അവൻ ആ 10 കൊല്ലം കളിച്ചുകൊണ്ട് അത്രയും മെച്യൂരിറ്റി ഉണ്ട്. കാരണം ഈ ആഘോഷങ്ങൾ ഇന്ന് തീരും, നാളെ മുതൽ ഒന്നേന്ന് തുടങ്ങണം പരിപാടി. വെരി ഗുഡ്. ഫോക്കസ്ഡ് ആയിരിക്കണം അല്ലേ, നമ്മൾ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം. അതുപോലെ ഇനി ആഘോഷങ്ങൾ എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അതായിരിക്കാം, അത് കറക്റ്റ് ഒരു പോയിന്റ് ആണ്. നല്ലൊരു പോയിന്റ് അല്ല, നല്ലൊരു മെസ്സേജ് ആണ്. ടുഡേ ഈസ് ഓവർ, ടുമോറോ ഈസ് എ ന്യൂ ഡേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇന്നത്തെ കാര്യം നമ്മൾ നാളെ അത് വെച്ചിട്ട് അത് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ടുമോറോ ഈസ് എ ന്യൂ ഡേ. അത് വെരി ബ്യൂട്ടിഫുൾ മെസ്സേജ് ഫോർ ഇപ്പോൾ ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർക്കും എല്ലാവരും നല്ലൊരു മെസ്സേജാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അക്കാഡമിയിലും സഞ്ജു ചേട്ടൻ ഇടയ്ക്ക് വരാറുണ്ട് അല്ലേ, SMCയുടെ അക്കാഡമിയിൽ? ഇല്ല, വരാറില്ലേ? മൊബൈൽ ഒന്ന് ഷെയർ ചെയ്യാവോ എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും. സഞ്ജുവേട്ടൻ വരുമ്പോഴത്തേക്ക് അത് ഞങ്ങളുടെ അക്കാഡമിക്ക് മാത്രമല്ല, ആ വെട്ടുകാട് പരിസരം മുഴുവൻ ഒരു ഉത്സവം പോലെ. അപ്പോൾ സഞ്ജുവേട്ടൻ എപ്പോൾ വന്നാലും അവിടെ ഭയങ്കര ക്രൗഡാണ്. സഞ്ജുവേട്ടൻ നേരെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ സഞ്ജുവേട്ടൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്, ഞാൻ വരുമ്പോഴത്തേക്ക് ഗേറ്റ് ഫുള്ള് മൂടുക, ആരെയും അകത്തോട്ട് കയറ്റരുത്, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. അക്കാഡമിയിലെ കുട്ടികൾ അകത്ത് നിന്നോട്ടെ, പാരൻസ് വേണമെങ്കിൽ നിൽക്കാം. കുറച്ച് ബോളേഴ്സ് ഉണ്ട്, അപ്പോൾ ഞാനും ഓസ്പിനറാണ്, ഞാനും സഞ്ജുവേട്ടൻ എറിഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളൊരു പക്ഷേ ഇപ്പോൾ അതുൽ ഏട്ടൻ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം വിക്കറ്റ് എടുക്കാനായിരിക്കും നോക്കുക. അപ്പോൾ അടി കിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ വരും. പക്ഷേ നേരെ തിരിച്ച് സഞ്ജുവേട്ടൻ അടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, കാരണം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സഞ്ജുവേട്ടൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ ബോളേഴ്സും ട്രൈ ചെയ്യുന്നത് ബെസ്റ്റ് ബോളർ ചെയ്യുക, സഞ്ജുവേട്ടൻ ഇമ്പ്രസ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ സഞ്ജുവേട്ടൻ എല്ലായിടത്തും സൈലൻ്റ് ആണ്, മാച്ചിൽ ഉൾപ്പെടെ സൈലൻ്റ് ആണ്. പക്ഷേ പുള്ളിക്കാരൻ പ്രാക്ടീസ് ടൈമിൽ വയലൻ്റ് ആണ്. ഒരു ബോൾ പോലും ഞങ്ങളവിടെ നിർത്താറില്ല. ഞങ്ങൾ ഒരു 7 ബോളേഴ്സ് ഉണ്ടായിരുന്നു എറിയാനായിട്ട്. 13ഓളം ബോളുകൾ മിസ്സായി, ഗ്രൗണ്ടിന് വെളിയിൽ പോയി, കിട്ടിയിട്ടില്ല ഇതുവരെ. സഞ്ജു ചേട്ടനോട് ഞങ്ങളുടെ എല്ലാവരുടെയും ബെസ്റ്റ് വിഷസ് നൽകേണ്ടതാണ്. എന്തായാലും നിങ്ങൾ വിളിക്കുമെന്നുള്ളത് അറിയാം. അപ്പോൾ കോമഡി മാസ്റ്റേഴ്സിൽ ഇതുപോലെ ഗംഭീര ഒരു പരിപാടി നടക്കുകയാണ്. സഞ്ജു ചേട്ടനുള്ളൊരു ട്രിബ്യൂട്ട് ആണെന്നുള്ളതും പറയണം, ഞങ്ങളുടെ വിഷസും അറിയിക്കണം.